ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. നിങ്ങളെല്ലാവരും DME എക്സാം വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരല്പം ടഫായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആക്ച്വലി ക്വസ്റ്റ്യൻ സ്കാൻ ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മുടെ PSCയുടെ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ സ്കാൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ ചില ലെറ്റേഴ്സ് ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. ഓക്കെ, എനിവേ, സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, groups in which individuals interact over a long period of time on a direct and personal basis, അല്ലെ, അതാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ബേസിസ്. സോ അപ്പൊ നമുക്ക് ആ ഒരു കാര്യം, ആ ഒരു രണ്ട് വേർഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സോഷ്യോളജിയിലെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേനും ഏതാണ്? പ്രൈമറി ഗ്രൂപ്പ് ആണ്, അല്ലെ. ഡയറക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ ബേസിസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പ്രൈമറി ഗ്രൂപ്പ്. സോ പ്രൈമറി ഗ്രൂപ്പ് ഈസ് റൈറ്റ് ആൻസർ. സെക്കൻഡ് വൺ, spread of one's cultural practices, beliefs, or items among members of the same culture or different cultures around the world. Around the world എന്നാണ് അവിടെ വേർഡ് എന്നുള്ള തെറ്റിച്ച് കൊടുത്തേക്കാണ്. ഓക്കെ, എനിവേ, സോ അപ്പൊ അവിടെ എന്താണ് കൾച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്ന കാര്യം അല്ല ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ കറക്റ്റ് നമ്മുടെ സോഷ്യോളജിയിലെ ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫ്യൂഷൻ ആണ്. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, വിച്ച് among the following muscle is a strong abductor and medial rotator of the thigh, അല്ലെ. അവിടെ തൈയിൽ വരുന്ന സ്ട്രോങ് അബ്ഡക്ടർ, മീഡിയൽ റൊട്ടേറ്റർ ആയിട്ടുള്ള മസിൽ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. എന്നാലും റൈറ്റ് ആൻസർ ഈസ് ഗ്ലൂട്ടിയസ് മീഡിയസ്. ഗ്ലൂട്ടിയസ് മീഡിയസ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ദെൻ, which among the following organ has both skeletal and smooth muscles in its muscularis externa? രണ്ടും ഉള്ളത് എവിടെയെന്നാണ് ചോദിച്ചത്, അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ആൻസർ എന്ന് പറയുന്നത് ഈസോഫാഗസ്. ഓക്കെ. അടുത്ത, അറേഞ്ച് ദി സ്റ്റേജസ് ഓഫ് ദി ഫാമിലി സൈക്കിൾ ഇൻ ക്രോണോളജിക്കൽ സീക്വൻസ്. സോ നമുക്ക് ഫാമിലി സൈക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് പല കൺസെപ്റ്റ്സ് ഫാമിലി സൈക്കിൾസിൽ തന്നെ നമ്മൾ പല കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ട്, അല്ലെ. സോ അതിൽ ആദ്യം എന്താണ്, കപ്പിൾസ് മാരി ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചൈൽഡ് വരുന്നു, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചൈൽഡ് വരുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ്, ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം, അല്ലെ. അത് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ പോകും. സോ അപ്പൊ നമ്മൾ അപ്പോൾ ഇൻ ബിറ്റ്വീൻ വരുമ്പോഴത്തേനും എന്താണ്, എംപ്റ്റി നെസ്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സി ഓപ്ഷൻ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. അതായത് ഫാമിലി ഫോർമേഷൻ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ചൈൽഡ് അവർ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ലാസ്റ്റ് ചൈൽഡ് ജനിക്കും, ദാറ്റ് ഈസ് കംപ്ലീറ്റ് എക്സ്റ്റൻഷൻ. അത് കഴിഞ്ഞിട്ടോ കൺട്രാക്ഷൻ, അല്ലെ. അതായത് ഫസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം, അത് കഴിഞ്ഞ് ലാസ്റ്റ് ചൈൽഡ് ലീവ്സ് ഹോം, അല്ലെ. അത് കഴിഞ്ഞിട്ട് ഡിസൊല്യൂഷൻ. സോ അപ്പൊ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് സി ഓപ്ഷൻ. ഓക്കെ. അടുത്ത ആ ഒരു വേർഡ്, അടുത്ത ക്വസ്റ്റ്യനിൽ ആ ഒരു വേർഡ് മിസ്സിംഗ് ആണ്. മിക്സിംഗ് ഓഫ് ടു കൾച്ചേഴ്സ് എന്നാണ് അവിടെ വരുന്നത്. മിക്സിംഗ് ഓഫ് ടു കൾച്ചേഴ്സ് ഡ്യൂ ടു കൾച്ചറൽ കോണ്ടാക്ട് വെൻ പീപ്പിൾ വിത്ത് ഡിഫറെന്റ് കൾച്ചേഴ്സ് കം ഇൻ കോണ്ടാക്ട്, അല്ലെ. അവിടെ ശരിക്കും നമുക്ക് അത് എന്താണ്, കൾച്ചറൽ ഡിഫ്യൂഷൻ എന്നുള്ള കാര്യമാണ് അവിടെ വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ തന്നേക്കുന്ന ആൻസർ വെച്ചിട്ട് നമുക്ക് അക്കൾച്ചറേഷനെ പറയാൻ പറ്റും, അല്ലെ. കൾച്ചറൈസേഷൻ, അതായത് വേറൊരു കൾച്ചർ ഒരാൾ പഠിക്കുമ്പോഴത്തേനും അതിന് നമ്മൾ അക്കൾച്ചറൈസേഷൻ എന്ന് പറയും. ഓക്കെ. അടുത്ത, ദി സെറിബ്രൽ ആർട്ടീരിയൽ സർക്കിൾ അല്ലെ സർക്കിൾ ഓഫ് ഇല്ലിസ് കമ്പോസ്റ്റ് ഓഫ് ഓൾ ലിസ്റ്റഡ് ആർട്ടറീസ്, അല്ലെ. നമ്മൾ സർക്കിൾ ഓഫ് ഇല്ലിസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതിൽ വരുമ്പോൾ നമുക്ക് ബേസിലാർ ആർട്ടറി ഇതിലുണ്ട്, ആന്റീരിയർ സെർബൽ ആർട്ടറി ഉണ്ട്, ദെൻ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി ഉണ്ട്, ഇല്ലാത്തത് കോറോയിഡൽ ആർട്ടറി. ഓക്കെ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് കാർപ്പൽ ബോൺ ഓഫ് ദി ഹാൻഡ് ഈസ് ഫൗണ്ട് ഇൻ ദി പ്രോക്സിമൽ റോ. പ്രോക്സിമൽ റോയിൽ വരുന്ന ഏതൊക്കെയാണ്, അല്ലെ. അപ്പൊ നമുക്കറിയാലോ പ്രോക്സിമൽ റോയിൽ വരുന്ന സ്കാഫോൾഡ്, ലൂണേറ്റ്, ട്രൈക്യൂട്രൽ, പിസിഫോം, അല്ലെ. ഇനി അടുത്താണെന്നുണ്ടെങ്കിലോ ട്രപ്പീസിയൻ, ട്രപ്പീസോയിഡ് ക്യാപിറ്റേറ്റ്, ഹാമേറ്റ്, അല്ലെ. അപ്പൊ അതിന് നമുക്ക് ഇവിടെ വരുന്ന ഏതാണ്? പിസിഫോം, അല്ലെ. സോ എയ്ത്ത് വണ്ണിൽ നമുക്ക് പിസിഫോം ആണ് റൈറ്റ് ആൻസർ. അടുത്ത 9, ലേണിംഗ് ഇൻ വിച്ച് ബിഹേവിയർ ഇസ് സ്ട്രെങ്തൻ ഫോളോഡ് ബൈ റീഇൻഫോഴ്സ്മെന്റ്, അല്ലെ. അത് നമ്മൾ ലേണിംഗിൽ നമ്മൾ ഏതൊക്കെ പഠിക്കുക? ക്ലാസിക്കൽ കണ്ടീഷനിങ് പഠിക്കുന്നുണ്ട്, ഓപ്പറന്റ് കണ്ടീഷനിങ് പഠിക്കുന്നുണ്ട്, കുറെ ഇൻഫർമേഷൻസ് വീണ്ടും പഠിക്കും, അല്ലെ. അപ്പൊ ഇവിടെ ലേണിംഗ് വരുമ്പോഴത്തേനും റീഇൻഫോഴ്സ്മെന്റും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഓപ്പറന്റ് കണ്ടീഷൻ തന്നെയാണ് എടുക്കാൻ പറ്റും, അല്ലെ. ഓപ്പറന്റ് കണ്ടീഷൻ നമ്മുടെ BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷൻ നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത, എ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി ദാറ്റ് ഡീൽസ് വിത്ത് എൻകോഡിംഗ് ഓഫ് അബ്സ്ട്രാക്ട്. ഇപ്പൊ ലോങ് ടേം മെമ്മറി നമ്മൾ പഠിക്കുമ്പോൾ സൈക്കോളജിയിൽ തന്നെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് വരികയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെറിയ സബ്ജക്ട്സ് ആണെന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പണി കിട്ടും, അല്ലെ. അപ്പൊ നമ്മൾ എല്ലാ സബ്ജക്ട്സും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. നമ്മൾ DME എക്സാമിന്റെ സമയത്ത് തന്നെ, എക്സാമിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന ലോങ് ടേം മെമ്മറിയുടെ വീണ്ടുമുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്.
അല്ലേ? സോ അപ്പോൾ ടൈപ്പ് ഓഫ് ലോങ് ടേം മെമ്മറി ദാറ്റ് ഡീൽസ് വിത്ത് എൻകോഡിംഗ് ഓഫ് അബ്സ്ട്രാക്ട് നോളജ് എന്നാണ് ചോദിച്ചത്, അല്ലെ? ഈ പറഞ്ഞേക്കുന്നതൊക്കെ നമ്മുടെ ലോങ് ടേം മെമ്മറിയുടെ ക്ലാസിഫിക്കേഷൻസ് തന്നെയാണ്. അബ്സ്ട്രാക്ട് എന്നൊരു വേർഡ് വന്നപ്പോഴത്തേന് എന്താണ്, നമുക്ക് വേർഡ്സിന് മീനിങ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റോ കൺസെപ്റ്റോ ഒക്കെ വരുമ്പോഴത്തേനും അവിടെയാണ് അബ്സ്ട്രാക്ട് എന്നുള്ള വേർഡിന്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്ന ഇതാണ് സിമാൻറ്റിക് മെമ്മറി തന്നെ, അല്ലേ? സെമാൻറ്റിക് മെമ്മറി തന്നെ, സെമാൻറ്റിക്. ഓക്കെ. അടുത്ത സ്റ്റിമുലേഷൻ ഓഫ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ലീഡ്. പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം നമ്മൾ സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് പഠിക്കുന്നുണ്ട്, അല്ലേ? അപ്പൊ നമുക്ക് സിമ്പത്തറ്റിക്കിൽ വരുമ്പോഴത്തേനും എന്താണ്, നമുക്ക് വിഷൻ നന്നായിട്ട് വേണം, അല്ലെ? അപ്പൊ പ്യൂപ്പിൾസ് ഒക്കെ ഡയലേറ്റഡ് ആയിരിക്കും. ഇനി പാരാസിമ്പത്തറ്റിക്കിലേക്ക് വരുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലെ? അപ്പൊ പ്യൂപ്പിൾസ് കൺസ്ട്രക്ഷൻ, ദാറ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് പ്യൂപ്പിൾസ് ആണ് നമുക്കിവിടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുന്നത്. അടുത്ത ഷാർപ്ലി ഡീലീനിയേറ്റഡ് ഈസ്നോഫിലിക് ഇൻക്ലൂഷൻസ് ഇൻ ദി ന്യൂറോണൽ പെരിക്കാരിയ ആൻഡ് പ്രോക്സിമൽ ഡെൻഡ്രൈറ്റ്സ് ആൻഡ് റാബീസ് ആണ്, അല്ലെ? ഒരുപാട് വളഞ്ഞ് വന്നേക്കാണ്. ഓക്കെ, റാബീസ് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നുണ്ട്, അല്ലെ? അവിടെ നീഗ്രി ബോഡീസ് എന്നാണ്. സോ സിമ്പിളായിട്ട് അത് തന്നെയാണ്, വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഒരു DME ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നിങ്ങൾ പഠിച്ചതും കേട്ടതുമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ അതിനെ വേറെ രീതിയിൽ പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നോളജ് അവിടെ എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പം ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് 3-4 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ട് നിങ്ങൾക്ക് ആ നോളജ് അപ്ലൈ ചെയ്തിട്ട് എത്ര സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നുള്ളത്. ഓക്കെ, അത് എല്ലാവർക്കും പറ്റായികയൊന്നുമില്ല. നമ്മൾ ആ പഠിച്ച നോളജിന് നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി വലിയ ബുദ്ധിയോ കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യുക, വേറെ രീതിയിൽ യൂസ് ചെയ്യുക. അത് അങ്ങനെ വന്നാലും നമ്മൾ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയുള്ള എക്സാംസിന് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് പഠിച്ചത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എഴുതില്ല, അങ്ങനെയല്ല. ഓക്കെ, സോ ആ ഒരു കൺസെപ്റ്റോട് കൂടി നമ്മൾ ഇനി മുമ്പോട്ട് പോകും. ഓക്കെ, അടുത്ത സോ നമുക്ക് നീഗ്രി ബോഡീസ് ആണ് റൈറ്റ് ആൻസർ. വെൻ വി ഗ്യാദർ, അടുത്തതാണ് വെൻ വി ഗ്യാദർ ടുഗെദർ പർട്ടിക്കുലർ ഒബ്സർവേഷൻ ഇൻ ദി ഫോം ഓഫ് എന്താണ് പ്രമിസസ്, അല്ലെ? സോ ഇൻ ദി ഫോം ഓഫ് പ്രമിസസ് ആൻഡ് ഡ്രോസ് എ ജനറൽ കണ്ടീഷൻ, അല്ലെ? അവിടെ ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് വരികയാണ്. സോ അപ്പൊ നമുക്ക് ഏതായിരിക്കും ആൻസർ? ഇൻഡക്റ്റീവ് റീസണിംഗ് തന്നെ പല ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇൻഡക്റ്റീവ് റീസണിംഗ്. അടുത്ത വെൻ ആൻ ഓൾഡർ മെമ്മറി ഇന്റർഫിയേഴ്സ് വിത്ത് എ ന്യൂവർ മെമ്മറി, അല്ലെ? ഓൾഡർ മെമ്മറി ഇന്റർഫിയേഴ്സ് വിത്ത് ന്യൂവർ മെമ്മറി ഇറ്റ് ഈസ് നോൺ ആസ് എന്നായിരുന്നു. സോ അപ്പൊ അതിന്റെ പേര് നമുക്ക് പറയാം പ്രോ ആക്റ്റീവ് ഇന്റർഫറൻസ് എന്ന് പറയാം. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹ്യൂമൻ RNA വൈറസ്, അല്ലെ? ഹ്യൂമൻ RNA വൈറസ് നമുക്ക് അറിയാമല്ലോ. അതിൽ കുറെ എണ്ണം ഉണ്ട് നമ്മുടെ RNA വൈറസിൽ. അതിൽ എന്താണ് നമ്മുടെ റാബീസ് വൈറസ്, അല്ലെ? റാബീസ് വൈറസ് RNA വൈറസ് ആണ്. റാബീസ് വൈറസിന് വീണ്ടും വേറെ പേരുണ്ട്. ലൈസ വൈറസ് ഉണ്ട്, റാബ്ഡോ വൈറസ്, സ്ട്രീറ്റ് വൈറസ്, അല്ലെ? അങ്ങനെ പല പേരുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി എന്താണ് റാബീസ് വരുന്നത് റാബ്ഡോ വിറിഡേ എന്ന് പറഞ്ഞ ഫാമിലിയാണ്, അല്ലെ? സോ അതുകൊണ്ട് തന്നെ നമുക്ക് റാബ്ഡോ വൈറസ് എന്ന് നമുക്കിവിടെ ഓപ്ഷൻസ് നിന്ന് എടുക്കാം, റാബ്ഡോ വൈറസ്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റ്, അല്ലെ? ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റ് നമ്മൾ ഈ ഓപ്ഷൻസിൽ കാണുന്ന ഏതാണ്? ഗ്ലൂട്രാൽഡിൻ. ഗ്ലൂട്രാൽഡിൻ അല്ലാതെ വേറെ ഏതൊക്കെയുണ്ട്? ഹൈഡ്രജൻ പെറോക്സൈഡ്, പാരാസിറ്റിക് ആസിഡ്, ഇതെല്ലാം ഹൈ ലെവൽ ഡിസിൻഫെക്ടന്റ്. സോ ഗ്ലൂട്രാൽഡിൻ ആണ് റൈറ്റ് ആൻസർ. അടുത്ത വിച്ച് among the following is the formal method which among the following is the formal method of social control? ഓക്കെ, ഫോർമൽ മെത്തേഡ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് സോഷ്യൽ കൺട്രോളിൽ ഫോർമൽ മെത്തേഡ് ഉണ്ട്, ഇൻഫോർമൽ മെത്തേഡ് ഉണ്ട്, അല്ലെ? ഫോർമൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഫോർമൽ മെത്തേഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഏതാണ് ഇൻഫോർമൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഏതൊക്കെയാണ്? മൊറാലിറ്റി, അതുപോലെ തന്നെ കസ്റ്റംസ്, നോംസ് എല്ലാം വരും, അല്ലെ? അപ്പൊ നമുക്ക് ഫോർമൽ മെത്തേഡിലുള്ള ഒരെണ്ണമാണ് ഇവിടെ ആകെ ഓപ്ഷനിൽ കൊയേഷൻ. അപ്പൊ അതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത് നമുക്ക് 18th ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 18th ക്വസ്റ്റ്യൻ നമ്പർ അവിടെ ഇല്ല, 18th ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞേക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി സിമിലാരിറ്റി ബിറ്റ്വീൻ തീമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് ആൻഡ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, അല്ലെ? അപ്പൊ ഇത് രണ്ടും നമുക്കറിയാം എന്താണ്, നമ്മുടെ സൈക്കോളജിയിൽ വരുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അല്ലെ? സൈക്കോളജിക്കൽ ടെസ്റ്റ് ആണ്, അല്ലെ? സോ അപ്പൊ നമുക്ക് ഈ ഒരു രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ബോത്ത് ടെസ്റ്റ് ആർ എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അല്ലെ? ടാറ്റ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്, വീണ്ടും ചോദിക്കുകയാണ്, അല്ലെ? സോ പ്രൊജക്റ്റീവ് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. വിച്ച് ഈസ് ദ റെക്കമെൻഡഡ് ട്രാൻസ്പോർട്ട് മീഡിയം ഫോർ വിബ്രിയോ കോളറ? നമ്മൾ മൈക്രോബയോളജിയിൽ പഠിച്ചിട്ടുള്ള വിബ്രിയോ ട്രാൻസ്പോർട്ട് മീഡിയംസ് പല ടൈപ്പ് ഉണ്ട്, അല്ലെ? അപ്പൊ അതില് വിബ്രിയോ കോളറയുടെ ട്രാൻസ്പോർട്ട് മീഡിയം എന്ന് പറയുന്നത് ഇവിടെ കാരി ബ്ലെയർ മീഡിയം. ഓക്കെ, അടുത്ത അണ്ടിൽ ആൻഡ് ഫീവർ ഈസ് കോമൺലി ട്രാൻസ്മിറ്റഡ് ബൈ ഓൾ ഓഫ് ദി ഫീവർ. അണ്ടിൽ ആൻഡ് ഫീവർ അല്ലെങ്കിൽ മാൾട്ട ഫീവർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അല്ലെ? ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ അണ്ടിൽ ഫീവർ എന്ന് പറയുമ്പോഴത്തേന് അതിന്റെ ട്രാൻസ്മിഷൻ വരുന്നത് സൂണോട്ടിക് ആണ്, അല്ലെ? സോ ത്രൂ പ്ലാസന്റ് ഓഫ് ആനിമൽസ് വരാം, എയറസോൾ ട്രാൻസ്മിഷൻ വരാം, ഈറ്റിംഗ് അൺകുക്ക്ഡ് ഫുഡ് വരാം, അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ്
നമുക്ക് റോങ് ആയിട്ടുള്ള ഏതാണ് എക്സെപ്റ്റ് പേഴ്സൺ ഒരിക്കലും വരാൻ പോകുന്നില്ല. ഓക്കെ, അടുത്ത എ ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ഇമ്മൊബിലിറ്റി. എന്തായാലും നമുക്ക് ഇമ്മൊബിലിറ്റിക്ക് കുറെ കോംപ്ലിക്കേഷൻസ് ഉള്ള DVT പോലെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒരു ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പൾമണറി എംബോളിസം തന്നെയാണ്. അടുത്ത വിച്ച് cranial nerve is evaluated by asking the patient to smile, frown and raise the lower eyebrows. അല്ലെ, നമ്മൾ ഫേഷ്യൽ എന്താണ് നമ്മൾ ഫേസിലുള്ള ഈ ഒരു കാര്യങ്ങൾ പേഷ്യനോട് ചിരിക്കാൻ പറയുന്നതും അതുപോലെ തന്നെ ഐബ്രോസ് ലോവർ ചെയ്യാൻ പറയുന്നതും റേസ് ചെയ്യാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ സെവൻത് ക്രേനിയൽ നെർവ് ആയിട്ടുള്ള ഫേഷ്യൽ നെർവിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അത് എലിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്ത ഹൗ മെനി ഡ്രോപ്സ് പെർ മിനിറ്റ് ആർ ടു ബി administered for 15 ml per hour IV infusion with a drop factor of 20 per ml. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണ് ഡ്രോപ്സ് പെർ മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ ബൈ ടോട്ടൽ ടൈം അല്ലെ. ടോട്ടൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് ഇപ്പം ഇവിടെ എത്രയാണ് 15 ml ആണ് അല്ലെ, 15 ml ആണ്. സോ 15 ഇൻറ്റു ടോട്ടൽ ഇൻറ്റു ഡ്രോപ്പ് ഫാക്ടർ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, 20 ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് നമുക്കിവിടെ 1 hour ആണ് തന്നിരിക്കുന്നത്, അത് നമ്മൾ 60 മിനിറ്റ്സിലേക്ക് മാറ്റി അല്ലെ. സോ അപ്പോൾ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 5 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അടുത്ത വാട്ട് നഴ്സിംഗ് ആക്ഷൻ പ്രിവെന്റ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് പൾമണറി TB. പൾമണറി TB ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? സോ ഇതിൽ പറഞ്ഞേക്കുന്ന ഓപ്ഷൻസ് പല ഓപ്ഷൻസും എന്താണ് കംപ്ലീറ്റ് അല്ല. സോ അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാവ് ദ ക്ലയന്റ് വിയർ എ മാസ്ക് ഫ്രം അഡ്മിഷൻ ടൈമോട്ടെ വേറെ അല്ലേ, ഇറങ്ങുന്ന സമയത്തൊന്നും മാത്രം വെച്ചിട്ട് കാര്യമില്ല. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻഡിക്കേറ്റ്സ് പ്രോപ്പർ യൂസ് ഓഫ് എ ട്രയാങ്കിൾ ആം സ്ലിംഗ്. ട്രയാങ്കിൾ ആം സ്ലിംഗ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഉള്ള കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ട്രയാങ്കിൾ ആം സ്ലിംഗ് ഇടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടേണ്ടി വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ തന്നേക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് എൽബോ ഈസ് കെപ്റ്റ് ഫ്ലെക്സ് അറ്റ് 90 ഡിഗ്രി അല്ലെ, കൈ ആം സ്ലിംഗ് വയ്ക്കുമ്പോഴത്തേനും 90 ഡിഗ്രിയിൽ അല്ലെങ്കിൽ ഒരു അല്പം പൊങ്ങിയിട്ട് നിൽക്കും. ഓക്കെ, സോ അവിടെ ഈ 90 ഡിഗ്രി ഓർ മോർ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്ത what finding on physical exam of a patient is possible indicator of malnutrition. മാൽന്യൂട്രീഷന്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിലുള്ളതിൽ എന്താണ് സ്പൂൺ ഷേപ്പ് നെയിൽസ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, മാൽന്യൂട്രീഷൻ ആണ് അത് കാണിക്കുന്നത്, സ്പൂൺ ഷേപ്പ്. ദെൻ വാട്ട് ഈസ് ദി കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ഇൻ അഡൽട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട്. ഓക്കെ, നമ്മുടെ ആൻഡസ് അക്കാഡമിയുടെ ഈ ഗ്രൂപ്പിൽ തലേ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ് പോസ്റ്റ് ചെയ്യുന്നതിനെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു 4-5 ടോപ്പിക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും എന്ന് പറഞ്ഞിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു ഫ്രീ ഗ്രൂപ്പാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു നമ്പറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറിൽ അല്ലെങ്കിൽ വേറെ വീഡിയോസിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആൻഡസ് അക്കാഡമിയുടെ വീഡിയോയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഫ്രീ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ മോർണിംഗ് പോസ്റ്റ് ചെയ്യും, ഈവനിങ് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു BLS എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് 100% ഉറപ്പായിരുന്നു. അത് തന്നെ കറക്റ്റ് ആയിട്ട് ചോദിക്കുകയും ചെയ്യും. ഇത്തവണ ചോദിച്ച വലിയ കുഴപ്പമില്ലാത്തതാണ്. ദാറ്റ് ഈസ് വാട്ട്സ് എ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ ഇൻ അഡൽട്ട് ബേസിക് ലെവൽ. സോ 30:2 അല്ലെ, 30 കംപ്രഷൻ ആൻഡ് 2 വെന്റിലേഷൻ ആണ് ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഇത് വരുന്നത് അല്ലെ, BLS സ്റ്റെപ്പ് വരുന്നത്. അടുത്ത വാട്ട് ഈസ് ദി GCS സ്കോർ ഇഫ് എ പേഷ്യന്റ് ഈസ് ഓപ്പണിംഗ് ഐ ടു കോൾ ലോക്കലൈസസ് പെയിൻ കൺഫ്യൂസ് അല്ലെ. നിങ്ങൾക്കറിയാം 3 കാര്യങ്ങളാണ് നമ്മൾ GCSൽ നോക്കുന്നത്: ഐ ഓപ്പണിംഗ്, വെർബൽ റെസ്പോൺസ്, മോട്ടോർ റെസ്പോൺസ് അല്ലെ. സോ ഐ ഓപ്പണിംഗ് സ്പോണ്ടേനിയസ് ആണെങ്കിലേ നമുക്ക് 4 കൊടുക്കാം. സോ ഐ ഓപ്പണിംഗിൽ മാക്സിമം സ്കോർ 4 ആണ്. വെർബൽ റെസ്പോൺസിൽ മാക്സിമം സ്കോർ 5, മോട്ടോറിൽ മാക്സിമം സ്കോർ 6 അല്ലെ. 4, 5, 6 അങ്ങനെ കൂടി പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ഐ ഓപ്പൺ ചെയ്യുന്ന ടു കോൾ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരിക്കലും 4 കൊടുക്കാൻ പറ്റില്ല. എത്രയേ പറ്റുള്ളൂ? ഈ 3 നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ 3 കൊടുക്കാൻ പറ്റൂ. ഇനി വെർബലിൽ നോക്കുമ്പോഴോ അവര് കൺഫ്യൂസ്ഡ് ആണ്, പേഷ്യന്റ് കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ കോൺഷ്യസ് ആൻഡ് ഓറിയന്റഡ് അല്ല അല്ലെ. അപ്പൊ നമുക്ക് വെർബലിൽ 5 കൊടുക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ. അപ്പൊ നമുക്ക് വെർബലിൽ 4 മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി മോട്ടോർ നോക്കിക്കഴിഞ്ഞാൽ ലോക്കലൈസസ് പെയിൻ ആണ്. അപ്പൊ മോട്ടോർ നമുക്ക് 6 ഇല്ല, 5 മാത്രമേ കൊടുക്കാൻ പറ്റൂ. സോ ദി സ്കോർ ഈസ് E3, B4, M5. ഇവിടെ ഇയും എം കഴിഞ്ഞിട്ടാണ് ബി പറഞ്ഞേക്കുന്നത്. എനിവേ റൈറ്റ് ആൻസർ ഈസ് E3, B4, M5. ഓക്കെ, നമുക്ക് ഇവിടെ തന്നിരുന്നതിൽ E3, B4, M5. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ്. ഇവിടെ സെക്കൻഡ് ഓപ്ഷൻ ഈ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. E3, B4, M5 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ഇന്റർപ്രറ്റ് ABG വാല്യൂസ് pH 7.35, ദെൻ PO2 അവിടെ കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. PO2 95%, PCO2 49%, ദെൻ ബൈകാർബ് 30 mg അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്?
പി എച്ച് ഓക്കെയാണ് 7.35 അല്ലെ. അപ്പോൾ PCO2 49 ആണ് അല്ലെ, 35 to 45 ആണ് നോർമൽ വാല്യൂ. ബൈകാർബ് 22 to 26 അത് കൂടി അല്ലെ. അപ്പോൾ നമുക്ക് PCO2 കൂടിയിരിക്കുന്നു, PH നോർമൽ റേഞ്ചിലേക്ക് വന്നേക്കുന്നു, അതുപോലെ ബൈകാർബ് കൂടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് PH-ഉം PCO2 തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ PH നോർമലിലേക്ക് വന്നു അല്ലെ. അപ്പോൾ PCO2 49 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ സംഭവിച്ചേക്കുന്നത് എന്താണ്? റെസ്പിറേറ്ററി അസിഡോസിസ് ആയിരുന്നു, അത് കോമ്പൻസേറ്റഡ് ആയി അല്ലെ. റെസ്പിറേറ്ററി അസിഡോസ് ആണ്, അത് കോമ്പൻസേറ്റഡ് ആയി. കാരണം PH നോർമലിലേക്ക് വന്നു, 7.35 ആണ്. PCO2 പക്ഷേ കൂടുതലാണ് അല്ലെ. PH ലോവർ എൻഡിൽ വന്നിട്ട് PCO2 കൂടുതലാണ്. അപ്പൊ റെസ്പിറേറ്ററി അസിഡോസിസ് ആയിരുന്നു, അത് കോമ്പൻസേറ്റഡ് ആയി. ഓക്കെ. അടുത്ത ഗ്രാജുവൽ ഡിക്രീസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആഫ്റ്റർ ഡെത്ത് ഈസ് കോൾഡ് അല്ലെ. നമുക്ക് റിഗർ മോർട്ടിസും ലൈബർ മോർട്ടിസും ആൽഗർ മോർട്ടിസും ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആണല്ലോ. സോ അപ്പൊ നമുക്ക് ബോഡി ടെമ്പറേച്ചർ കുറയുന്നതിന് നമ്മൾ ആൽഗോർ മോർട്ടിസം എന്നാണ് പറയുന്നത് അല്ലെ. അടുത്ത കപ്പാസിറ്റി ഓഫ് എൻ ഇൻഫെക്ഷ്യസ് ഏജന്റ് ടു ഇൻവേഡ് സർവൈവ് ആൻഡ് മൾട്ടിപ്ലൈ അല്ലെ. നമ്മൾ മൈക്രോബയോളജിയിലും അതുപോലെ ഫൗണ്ടേഷൻസിലും വീണ്ടും വീണ്ടും പഠിച്ച സാധനമാണ്. സോ അപ്പൊ അതുകൊണ്ട് അറിയാലോ, ആൻസർ വിർലൻസ് ആണ്. അടുത്ത pneumoconiasis due to inhalation of cotton dust over a long period of time അല്ലെ. ഓക്കുപേഷണൽ ലങ് ഡിസോർഡർ അല്ലെ. ഓക്കുപേഷൻ ഡിസോർഡറിൽ ഇവിടെ പറഞ്ഞത് കോട്ടൺ ഡസ്റ്റ് ആണ്. സോ കോട്ടൺ ഡസ്റ്റ് വന്നുകൊണ്ട് തന്നെ അത് ബിസിനോസിസ് ആയിട്ടുണ്ട്. ഓക്കെ. അടുത്ത ക്യാബിനറ്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ഇൻ ILR വന്ന ക്യാബിനറ്റ് ടെമ്പറേച്ചർ നമുക്കറിയാം 2 to 8 degrees Celsius. ഓക്കെ. അടുത്ത 34th one, പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ ഈസ് റെക്കമെൻഡഡ് വിത്തിൻ. പോസ്റ്റ് കോയിറ്റൽ കോൺട്രാസെപ്ഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വിത്തിൻ 72 hours ഓഫ് അൺപ്രൊട്ടക്റ്റഡ് ഇന്റർകോഴ്സ് അല്ലെ. അൺപ്രൊട്ടക്റ്റഡ് സെക്സ് 72 hours യൂസ് ചെയ്താൽ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. അടുത്ത റേറ്റ് ഓഫ് എനർജി സപ്ലൈ ഓഫ് പ്രോട്ടീൻ ഈസ്. റേറ്റ് ഓഫ് എനർജി പ്രോട്ടീൻ നമുക്ക് കാർബോഹൈഡ്രേറ്റ് അറിയാം, പ്രോട്ടീൻ 4 ആണ്. അതുപോലെ എന്താണ് ഫാറ്റ് വരുമ്പോഴത്തേനും 9 അല്ലെ. അപ്പൊ ഇവിടെ 4 kcal per kg. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി മോഡ് ഓഫ് ഇന്റർവെൻഷൻ ഫോർ സെക്കൻഡറി ഗ്ലൂക്കോസ്? അറിയാം, പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി അല്ലെ. പ്രൈമറി, സെക്കൻഡറി, അതുപോലെ തന്നെ ടെർഷ്യറി. അപ്പോൾ സെക്കൻഡറിയിലേക്ക് വരുമ്പോഴത്തേനും എന്താണ്? ഏർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. ഏർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഡി ഇസ് ദ റൈറ്റ് ആൻസർ. എ ചൈൽഡ് ക്യാൻ ഡ്രോ എ കംപ്ലീറ്റ് റെക്ടാങ്കിൾ. കംപ്ലീറ്റ് റെക്ടാങ്കിൾ എപ്പോഴാണ് ചെയ്യാൻ പറ്റുക? 4 yearsലേക്ക് അല്ലെ. അടുത്ത വൈറ്റമിൻ ദാറ്റ് പ്രൊമോട്ട് അബ്സോർപ്ഷൻ ഓഫ് അയൺ. അയൺ മാക്സിമം അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ സിയുടെ കൂടെ കൊടുത്താലേ പറ്റത്തുള്ളൂ അല്ലെ. അതുപോലെ കാൽഷ്യം അബ്സോർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം അല്ലെ. ഓക്കെ. സോ വൈറ്റമിൻ സി ആണ് റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ വൈറൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻ? തന്നിരിക്കുന്നതിൽ വൈറൽ ഒക്കെ ചോദിക്കുമ്പോൾ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് പറയാൻ പറ്റുള്ളൂ അല്ലെ. കാരണം എന്താ, റോട്ട വൈറസ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് എന്താണ് ബാക്ടീരിയ അല്ലെ. പേഷ്യന്റ് വിത്ത് റാബ്ഡോമയോലൈസിസ് ആർ അറ്റ് റിസ്ക് ഫോർ ഡെവലപ്പിംഗ്. റാബ്ഡോമയോലൈസിസ് ഉള്ള പേഷ്യന്റ് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള ഏതാണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചറിയിലേക്ക് അല്ലെ, അക്യൂട്ട് റിനൽ ഫെയിലിയറിലേക്ക് പോകാനാണ് ചാൻസ്. അടുത്ത ആൽബ്യൂട്രോൾ നിങ്ങൾക്ക് അറിയാം, സാൽബ്യൂട്ടമോൾ ആണ്. അതിപ്പോൾ എന്താണ്? ബ്രോങ്കോ ഡയലേറ്റർ ആണ് അല്ലെ. സോ ബ്രോങ്കോ ഡയലേറ്റർ ഇസ് എ റൈറ്റ് ആൻസർ. അടുത്ത സ്വാഗ്ഡ് നീഡിൽസ് ആർ സൂച്ചർ നീഡിൽസ് എന്ന് പറയുമ്പോൾ സൂച്ചർ നീഡിൽസ് എന്താണ് പ്രത്യേകത എന്നാണ്. ഓക്കെ. സോ അതൊരു ടൈപ്പ് സൂച്ചർ നീഡിൽസ് ആണ്, അത് വിത്തൗട്ട് ഐസ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ. സോ വിത്തൗട്ട് ഐസ് ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. ഓക്കെ. അടുത്ത ദി NIHSS is a scale that is used to assess അല്ലെ. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഫോർ സ്ട്രോക്ക് അല്ലെ. അപ്പൊ അവിടെ സ്ട്രോക്ക് സ്കെയിലാണ് അല്ലെ. അപ്പൊ അവിടെ വരുമ്പോഴത്തേനും എന്താണ് അത് അസസ് ചെയ്യുന്നത്? അവിടെ സ്ട്രോക്ക് പേഷ്യന്റ് അല്ലെ, ഔട്ട്കം ഓഫ് പേഷ്യന്റ് വിത്ത് സ്ട്രോക്ക് ആണ് അവിടെ നോക്കുന്നത് അല്ലെ. ശരി. അപ്പോൾ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത സ്ക്ലിയറൽ ബക്ലിംഗ് നമുക്ക് അറിയാം, എന്താണ്? റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ചെയ്യുന്ന മാനേജ്മെന്റ് ആണ്. അടുത്ത നോർമൽ വാല്യൂ ഓഫ് ബൈക്കാർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, 22 to 26 ആണ് റൈറ്റ് ആൻസർ. സോ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത കീമോതെറാപ്പി ഡ്രഗ് ദാറ്റ് ഈസ് വെൽ നോൺ ടു പ്രൊഡ്യൂസ് കാർഡിയക് ടോക്സിസിറ്റി. കാർഡിയക് ടോക്സിസിറ്റി ഉണ്ടാകുന്ന കീമോതെറാപ്പി ഡ്രഗ്സ് അറിയായിരിക്കും, ഡോക്സോറിബിസിൻ തന്നെയാണ്. അടുത്ത ബെയർ ഹഗർ. ബെയർ ഹഗർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് അറിയായിരിക്കും, ജനറൽ സർജറീസോ കാർഡിയക് സർജറീസോ ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേനും പേഷ്യന്റ് എക്സ്ട്രീമിറ്റീസ് ഒക്കെ നല്ല കൂളാണെന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാമർ ബെയർ ഹഗർ ഇട്ടിട്ട് അല്ലെങ്കിൽ ബെയർ ഹഗർ ഇട്ടിട്ട് പേഷ്യന്റിനെ വാം ചെയ്യും അല്ലെ. അപ്പൊ അവ വാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ദാറ്റ് ഈസ് ബെയർ ഹഗർ ഈസ് യൂസ് ടു പ്രൊവൈഡ് വാം. സി ഓപ്ഷൻ. അടുത്ത ഡ്രഗ് യൂസ് ടു മെയിൻറ്റെയിൻ പെറ്റൻസി ഓഫ് PDA. ഡ്രഗ് യൂസ് ടു മെയിൻറ്റെയിൻ പെറ്റൻസി ഓഫ് PDA. അപ്പൊ നമുക്കറിയാം PDA മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഏതാണ്? ഇൻഡോമെത്താസിൻ ആണ്. ഓക്കെ. ഇൻഡോമെത്താസിനും NSAIDs ഒക്കെ കൊടുക്കും. ചില സമയത്ത് അത് തീരെ എഫക്റ്റീവ് അല്ലാതെ വരുമ്പോഴത്തേനും ചിലപ്പോൾ കുട്ടികളിൽ IV പ്രൊപ്പൻലോൾ ഒക്കെ ചെറിയ ഡോസിൽ കൊടുക്കാം. സോ IV പ്രൊപ്പൻലോൾ അല്ലെ. പ്രൊപ്പൻലോൾ നമുക്കറിയാം ബീറ്റ ബ്ലോക്കർ ആണ് അല്ലെ. ഓക്കെ. അടുത്ത കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് എവിടെയാണ് കാണുന്നത്? കോബിൾ സ്റ്റോൺ നമ്മൾ ഓപ്ഷൻസിലുള്ള ക്രോൺസ് ഡിസീസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ക്രോൺസ് ഡിസീസ്. അടുത്ത വാട്ട് ഈസ് ദി ഇനബിലിറ്റി ഓർ ഡിഫിക്കൽട്ടി ഇൻ ഡിസ്ക്രൈബിംഗ് വൺസ് ഇമോഷൻ
ഓർ അണേബിൾ ഓഫ് ബീങ് അവെയർ ഓഫ് വൺസ് ഇമോഷൻ, അല്ലെ, മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യത്തിന് നമ്മൾ അലക്സിതൈമിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ അലക്സിതൈമിയ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, ഓൾ ഡ്രഗ്സ് ആർ മൂഡ് സ്റ്റെബിലൈസേഴ്സ് എക്സെപ്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിഥിയം, സോഡിയം വാൽപ്രേറ്റ്, കാർബോസൾഫേറ്റ് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് പറയാം, അല്ലെ. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ വരുന്ന ലിബ്രിയാണ് ഇതിൽ എക്സെപ്ഷൻ ആയിട്ട് വരുന്നത്. കാര്യം ലിബ്രിയം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്താണ് ആൻസൈറ്റിക്ക് കൊടുക്കുന്നത്, അല്ലെ. അടുത്ത, പർപ്പസ്ലെസ് സ്റ്റീരിയോടൈപ്ഡ് ഇൻവോളണ്ടറി റെപ്പറ്റേറ്റീവ് ജെർക്കിംഗ് മൂവ്മെന്റ്സ് ഓഫ് ഷോർട്ട് ഡ്യൂറേഷൻ ഡ്യൂ ടു കൺട്രാക്ഷൻ ഓർ ടീച്ചിങ് ഓഫ് സ്മോൾ ഗ്രൂപ്പ്സ് ഓഫ് മസിൽ, അല്ലെ. ഒരുപാട് ലെങ്തി ആയിരിക്കും, അല്ലെ. അപ്പൊ നമുക്കിവിടെ ഈ ഇത്രയും കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ജെർക്കിംഗ് മൂവ്മെന്റ് ഉള്ളതുകൊണ്ട് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. ജെർക്കിംഗ് മൂവ്മെന്റൂടെ വന്നുകൊണ്ട് നമുക്ക് ട്രാമേഴ്സ് എടുക്കേണ്ടി വരും. ഓക്കെ, അടുത്ത, ദി ഇമാജിനറി പെർസെപ്ഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് റിയൽ സ്റ്റിമുലൈ ഇസ് കോൾഡ്. ഇമാജിനറി പെർസെപ്ഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് റിയൽ സ്റ്റിമുലൈ, അല്ലെ. അവിടെ ഒന്നുമില്ല, അല്ലെ. അപ്പൊ ഇമാജിനറി പെർസെപ്ഷൻ ആണ്. സ്റ്റിമുലസ് ഇല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയേണ്ടി വരും? ഹാലൂസിനേഷൻ കൊടുക്കണം. സ്റ്റിമുലസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇല്യൂഷൻ എന്ന് പറയാം, അല്ലെ. അടുത്ത, വിച്ച് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് ഡോപ്പമിൻ ഫോർമേഷൻ. ഡോപ്പമിൻ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സബ്സ്റ്റാൻഷ്യ നൈഗ്രയാണ് നമ്മൾ ഡോപ്പമിന്റെ സോഴ്സ് ആയിട്ട് പറയാം. അടുത്ത, എക്സാഗറേറ്റഡ് കൺസെപ്ഷൻ ഓഫ് വൺസ് ഓൺ ഇമ്പോർട്ടൻസ്, സോഷ്യൽ പവർ ഓർ ഐഡന്റിറ്റി, അല്ലെ. അപ്പൊ അവിടെ ഒരാളുടെ ഇമ്പോർട്ടൻസ് വളരെയധികം പ്രൊജക്റ്റഡ് ആയിട്ടൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഏത് ടൈപ്പ് ഓഫ് ഡെല്യൂഷൻ എന്ന് പറയാം? ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി, അല്ലെങ്കിൽ ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയർ, അല്ലെ. അടുത്ത, ബിഹേവിയറൽ തെറാപ്പി ഇൻ വിച്ച് pleasant stimulus is paired with the unpleasant stimulus. അൺപ്ലസന്റ് വൺ, അല്ലെ. പ്ലസന്റ് സ്റ്റിമുലസും അൺപ്ലസന്റ് വണ്ണുമായിട്ട് വരുന്നത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസിൽ ഫ്ലഡിങ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, അവേർഷൻ തെറാപ്പി, അബ്രിയേഷൻ. അതിൽ നമുക്ക് അവേർഷൻ തെറാപ്പിയാണ് റൈറ്റ് ആൻസർ, അല്ലെ. നമ്മൾ ആൽക്കഹോളിസത്തിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഓക്കെ, അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. പോസിറ്റീവ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ നമുക്കറിയാലോ, ഡെല്യൂഷൻ ഉണ്ട്, ഹാലൂസിനേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡിസോർഗനൈസ്ഡ് സ്പീച്ച് ഉണ്ട്, അല്ലെ. അൻഹിഡോണിയ വരില്ല, അത് നെഗറ്റീവ് സിംറ്റം ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാണ് റൈറ്റ് ആൻസർ? 1, 2, 3, അല്ലെ. സി ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത, നെക്സ്റ്റ് വൺ, ദ ഡിഫൻസ് മെക്കാനിസം ഓഫ് വോളണ്ടറി ബ്ലോക്കിംഗ് ഓഫ് ഡിസ്ട്രസിംഗ് തോട്ട്സ് ഓഫ് ഫീലിംഗ്സ് ഫ്രം വൺസ് ഓൺ അവയർനെസ്, അല്ലെ. വോളണ്ടറി എന്നൊരു വേർഡ് അവിടെ എടുത്തു പറഞ്ഞു, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വോളണ്ടറി എന്നുള്ളൊരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? സപ്രഷൻ കൊടുക്കാം, അല്ലെ. എന്തായാലും ഡിഫൻസ് മെക്കാനിസത്തിൽ 100% ഉറപ്പായിട്ടുള്ളതാണ് ചോദിക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് സപ്രഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഫിസിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഫിസിക്കൽ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ വരും? നോയ്സ് വരും, അതുപോലെ തന്നെ എന്താണ്, ലാക്ക് ഓഫ് പ്രൈവസി വരും, അല്ലെ. അപ്പൊ നമുക്ക് 1, 4 കറക്റ്റ് ആയിട്ടുള്ള ബി ഓപ്ഷൻ എടുക്കാം. ഓക്കെ, അടുത്ത, എഡ്യൂക്കബിൾ ഗ്രൂപ്പ് ഓഫ് മെന്റൽ ഹാൻഡിക്യാപ്പ് ബിലോങ് ടു IQ ലെവൽ ഓഫ്, അല്ലെ. നമ്മൾ IQ ലെവൽ നമ്മൾ പഠിക്കുന്നുണ്ട്, അതിന്റെ പല സ്കെയിൽസ് പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ്, മെന്റൽ റിട്ടാർഡേഷൻ പഠിക്കുന്നുണ്ട്, അല്ലെ. സോ മെന്റൽ റിട്ടാർഡേഷൻ പഠിക്കുമ്പോഴത്തേനും അതിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യാറുണ്ട്, അല്ലെ. അപ്പൊ അവിടെ ഫസ്റ്റ് പറയുന്ന എഡ്യൂക്കബിൾ, അത് കഴിഞ്ഞ് ട്രെയിനബിൾ, അങ്ങനെ പല കാറ്റഗറീസ് പറയാറുണ്ട്, അല്ലെ. അപ്പൊ എഡ്യൂക്കബിൾ ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേനും അതിൽ നമുക്ക് സ്കോർ പറയുന്നത് 50 to 70 ആണ് IQ, അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന 51 to 70, നമുക്ക് അത് തന്നെ എടുക്കാം. ഓക്കെ, അടുത്ത, ലെവിബിൾ ഡ്രഗ്, അല്ലെ. ലെവിസ്ട്രിസം ഡ്രഗ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ചിൽഡ്രൻ ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് ഏതാണ്? സീഷേഴ്സിനാണ് നമ്മൾ ലെവിബിൽ കൊടുക്കാറുള്ളത്. അടുത്ത, ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം. ഓക്കെ, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ കുറെ ഡിസ്കസ് ചെയ്തതിൽ ഫ്രീ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടന്നതിൽ തന്നെ വന്നിട്ടുള്ളതായിരുന്നു WIFS, അല്ലെ, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ. നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ അവിടെ വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പ്രോഗ്രാം ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഗോയിങ് ഗേൾസ് ആൻഡ് ബോയ്സ് ആണ്, അവർക്ക് വേണ്ടിയിട്ടാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കൊടുത്തത്. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദി മേജർ ക്രൈറ്റീരിയ ജോൺസ് ക്രൈറ്റീരിയ. മേജർ ക്രൈറ്റീരിയ ജോൺസ് ക്രൈറ്റീരിയ ഡയഗ്നോസിങ് അക്യൂട്ട് റൊമാറ്റിക് ഫീവർ എന്നുള്ളതാണ് നമ്മുടെ ജോൺസ് ക്രൈറ്റീരിയ, അല്ലേ. അപ്പൊ അതില് നമുക്ക് ഏതൊക്കെ വരും? കാർഡൈറ്റിസ് ഉണ്ട്, പോളി ആർത്രൈറ്റിസ് ഉണ്ട്, കോറിയ ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് നൊഡ്യൂൾസ് ഉണ്ട്, അതുപോലെ എർത്തിമ മാർജിനേറ്റോ അതൊക്കെയാണ്. അപ്പൊ ഇല്ലാത്തത് ഏതാണ്? ആർത്രൾജി. ആർത്രൾജി വരുമ്പോഴത്തേനും അത് മൈനർ കാറ്റഗറിയിലോട്ട് പോകും. അടുത്ത, പൂർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, റെപ്പറ്റേറ്റീവ് ബിഹേവിയർ, അബ്നോർമാലിറ്റീസ് ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻ ആർ ക്യാരക്ടറിസ്റ്റിക് മാനിഫെസ്റ്റേഷൻ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സിനാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് വരുന്നത്. അഗ്ലി ഡക്ലിംഗ് സ്റ്റേജ് ഏതാണ്? സ്കൂൾ ഏജിന്റെ ആണ്, അല്ലെ. കോമൺ ഫ്രാക്ചർ ഇൻ യൂണിറ്റ് ഡ്യൂറിംഗ് പാസേജ് ത്രൂ സ്മോൾ മെറ്റേണൽ പെൽവിസ് കൂടെ വരുമ്പോൾ വരാൻ ചാൻസ് ഉള്ളത് ഫ്രാക്ചർ ഓഫ് ക്ലാവിക്കിൾ ആണ്.
വിച്ച് ഓഫ് ദി ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ് ടു എസ്റ്റിമേറ്റ് ബോഡി സർഫസ് ഏരിയ ബേൺ. ഇപ്പോൾ ബോഡി സർഫസ് ഏരിയയുടെ ബേൺസിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള റൂൾ ഓഫ് 9 ആണ് അല്ലെ. അപ്പോൾ റൂൾ ഓഫ് 9 ഉണ്ട്, അതുപോലെ തന്നെ റൂൾ ഓഫ് 10 ഉണ്ട്, റൂൾ ഓഫ് 5 ഉണ്ട്. ഓക്കെ, അപ്പൊ റൂൾ ഓഫ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം. അതുപോലെ തന്നെ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റൂൾ ഓഫ് 5 എന്ന് പറയുമ്പോൾ ടോട്ടൽ ബോഡി സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ റൂൾ ഓഫ് ഹാൻഡ് അല്ല, ശരിക്ക് നമുക്കുള്ളത് റൂൾ ഓഫ് എന്താണ്, പാം ആണ്. ഓക്കെ, റൂൾ ഓഫ് പാം ആണ്. അവിടെയും നമുക്ക് ടോട്ടൽ ബോഡി സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആക്ച്വലി റൂൾ ഓഫ് 10 എന്ന് പറയുമ്പോഴത്തേന് ഫ്ലൂയിഡ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഉള്ളത്. പക്ഷേ ഇത് അങ്ങനെയെങ്കിൽ ഇതൊരു ഒരല്പം കൺഫ്യൂസിംഗ് ആണ്. റൂൾ ഓഫ് 10 വരാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ റൂൾ ഓഫ് ഹാൻഡ് എന്നൊന്നും സാധനമല്ല, റൂൾ ഓഫ് പാമുമാണ്. ഓക്കെ, ഇതൊരല്പം കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് തൽക്കാലം നമുക്ക് റൂൾ ഓഫ് 10 കൊടുത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത ഡാക്ടസ് ആർട്ടീരിയോസിസ് ഇസ് എ ഫീറ്റൽ ലാർജ് വെസൽ വിച്ച് കണക്ട്സ്. അപ്പൊ നമുക്ക് ഡാക്ടസ് ആർട്ടീരിയോസിസ് അറിയാം, ഏതാണ്, ലെഫ്റ്റ് പൾമറി ആർട്ടറി അതുപോലെ തന്നെ ഡിസെൻഡിങ് അയോർട്ടയും തമ്മിലുള്ള കണക്ഷൻ ആണ്. ഓക്കെ, അടുത്ത റേഷ്യോ ഓഫ് ഓൾ ലേറ്റ് ഫീറ്റൽ ഡെത്ത് ആൻഡ് ഏർലി ന്യൂനേറ്റൽ ഡെത്ത് വെയിങ് 1000 grams ആൻഡ് അബവ് ആൻഡ് ടോട്ടൽ ലേബർ വെയിങ് 1000 grams ആൻഡ് അബവ്. അതായത് നമുക്ക് പെരിനേറ്റൽ മോർട്ടാലിറ്റി റേറ്റിന്റെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇൻട്രാപാർട്ടം റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് പ്യൂപ്പറൽ സക്സസ്. ഇൻട്രാപാർട്ടം റിസ്ക് ഫാക്ടേഴ്സ് നോക്കുമ്പോഴത്തേനും നമുക്ക് വരുന്ന ഏതൊക്കെയാണ്? ഡീഹൈഡ്രേഷൻ ആൻഡ് കീറ്റോസിഡോസ് വരാം, പ്രീ ടൈം ലേബർ വരാം. ഓക്കെ, സോ ഇതും ഒരല്പം കൺഫ്യൂസിംഗ് ആണ്. എന്നാൽ പോലും നമുക്ക് തൽക്കാലം സി ഓപ്ഷൻ കൊടുക്കാം. ഫൈനലിൽ നമുക്ക് പ്രൊവിഷനിലും അത് കഴിഞ്ഞ് ഫൈനൽ ആൻസറും ഒക്കെ വന്നാലും മാത്രം ഫൈനലി പറയാൻ പറ്റൂ. ഇത് പ്രോബബിൾ റൈറ്റ് ആൻസർ ഇത് തന്നെയാണ്. ഓക്കെ, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ ഡൗട്ട് ഉള്ളതായിട്ട്. ഓക്കെ, കാരണം പ്രൊവിഷണൽ ആൻസർ വരുമ്പോൾ പലതും ഡിലീറ്റ് ആവുകയും അതുപോലെ തന്നെ ആൻസർ കറക്റ്റ് ചെയ്തൊക്കെ ഫൈനൽ ആൻസർ കീഴിൽ വരാറുണ്ട്. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഫാക്ട് ഓഫ് എൻഡോമെട്രിയോസിസ്. സോ എൻഡോമെട്രിയോസിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബി ഓപ്ഷൻ നോക്കിയാൽ ഏതാണ്? ആബ്സെൻസ് ഓഫ് റെമിഷൻ ഇൻ പ്രഗ്നൻസി. ഓക്കെ, അത് എപ്പോഴും വരണമെന്നില്ല. ആബ്സെൻസ് ഓഫ് റെമിഷൻ ഇൻ പ്രഗ്നൻസി വരാനുള്ള ചാൻസ് കുറവാണ്. സബ്ജക്റ്റീവ് സിംറ്റംസ് ആർ പ്രൊപ്പോർഷണേറ്റ് ഒബ്ജക്റ്റീവ് സിംറ്റം, അത് നമുക്ക് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. നോട്ട് ഫ്രീക്വന്റ്ലി അസോസിയേറ്റഡ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. ഓക്കെ, അവിടെ നമുക്ക് ഇൻഫർമേഷൻ പറയാൻ പറ്റില്ല. സോ അപ്പൊ ഏതാണ്ട് ഉറപ്പുള്ള സാധനം എസിംറ്റമാറ്റിക് ആണ് ഇൻ ഗുഡ് നമ്പർ ഓഫ് കേസ്. അതാണ് പ്രോബബിൾ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത പോസിറ്റീവ് എവിഡൻസ് ഓഫ് പ്രഗ്നൻസി ആൻഡ് ലിവിംഗ് പീരിയഡ്സ്. അപ്പോൾ നമ്മൾ പ്രിസംപ്റ്റീവ് സൈൻ പഠിച്ചിട്ടുണ്ട്. പ്രിസംപ്റ്റീവ് സൈനിലെ സബ്ജക്റ്റീവ് സൈൻ, പ്രോബബിൾ സൈനിലെ ഒബ്ജക്റ്റീവ് സൈൻ, അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് സൈനും പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ പോസിറ്റീവ് സൈനിൽ വരുന്നത് നമുക്ക് ഇതിൽ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ട്. ആക്റ്റീവ് ഫീറ്റൽ മൂവ്മെന്റ്, ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. പക്ഷേ ഇവിടെ പോസിറ്റീവ് എവിഡൻസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ ഫീറ്റൽ മൂവ്മെന്റ് എന്ന് പറയുന്നത് മദർ പറയുന്നതാണ് അല്ലെ. അതിനേക്കാളും നമുക്ക് എപ്പോഴും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഫീറ്റൽ ഹാർട്ട് സൗണ്ട്. സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ കൊടുക്കാൻ പറഞ്ഞാൽ ഫീറ്റൽ ഹാർട്ട് സൗണ്ട് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇമ്മീഡിയറ്റ് പ്യൂപ്പറിയൽ എമർജൻസീസ്. പ്യൂപ്പറിയൽ എമർജൻസീസ് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം നമുക്ക് പ്യൂപ്പറിയൽ എമർജൻസി എന്ന് തന്നെ പറയാം. പോസ്റ്റ്പാർട്ടം ഹെമറേജും ഷോക്കും അക്യൂട്ട് റിട്ടൻഷൻ ഓഫ് യൂറിനും ഒക്കെ പറയാം. ഓക്കെ, പക്ഷേ അവിടെ അക്യൂട്ട് റിട്ടൻഷൻ ഓഫ് യൂറിൻ ചെറിയൊരു സംശയമുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ 1ഉം അതുപോലെ തന്നെ 3ഉം ആയിട്ട് കൊടുക്കും. 1ഉം 3. ഓക്കെ, റിട്ടൻഷൻ തൽക്കാലം മാറ്റിവെക്കും. അടുത്ത തെറാപ്യൂട്ടിക് ലെവൽ ഓഫ് സെറം മെഗ്നീഷ്യം. സെറം മെഗ്നീഷ്യത്തിന്റെ തെറാപ്യൂട്ടിക് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 4 to 7 മില്ലി ഈക്വലൻസ് പെർ ഓൺ യൂണിറ്റ്സ് കൂടെ ശ്രദ്ധിക്കുക. മില്ലി ഈക്വലൻസ് പെർ ലിറ്റർ ആയതുകൊണ്ട് 4 to 7. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ട്രൂ റിഗാർഡിംഗ് എപ്സ് പാൽസി. എപ്സ് പാൽസി വരുമ്പോൾ അറിയാലോ, അവിടെ ബൈസെപ്സ് ജെർക്കാണ് നഷ്ടപ്പെടുന്നത്. ദെൻ ഫെയിലിയർ ഓഫ് എമിഷൻ ഓഫ് സെമനെ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മൾ സ്പെർമിയ എന്ന് പറയും. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ പ്രിവെന്റ് പ്രൊലോങ്ഡ് ലേബർ. പ്രൊലോങ്ഡ് ലേബർ വരാൻ ചാൻസ് ഉള്ളത് ഏതിലാണ്? നമുക്ക് ഓഗ്മെന്റേഷൻ ലേബർ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പക്ഷേ യൂസ് ഓഫ് പാർട്ടോഗ്രാഫും ആന്റിനേറ്റൽ ഡിറ്റക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് പ്രൊലോങ് ലേബർ നമുക്ക് ഒരു പരിധി പ്രിവെന്റ് ചെയ്യാം അല്ലെ. സോ അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഹസാർഡ്സ് ഓഫ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ്. ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസിന്റെ ഹസാർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പെരിനേറ്റൽ ലോസ് സോ പെരിനേറ്റൽ ലോസ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. ദെൻ മാക്രോസോമി, ഫീറ്റൽ മാക്രോസോമി ഉറപ്പായിട്ടും വരും ജെസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസിന് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ ഒളിഗോഹൈഡ്രാമിയോസ് നമുക്കൊന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പോൾ നമുക്ക് തൽക്കാലം 1 and 2 കൊടുക്കാം. ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് വിത്ത്ഹോൾഡിംഗ് റിസസിറ്റേഷൻ നീഡ്. അപ്പോൾ റിസസിറ്റേഷൻ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജെസ്റ്റേഷണൽ ഏജ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 23 വീക്സ് ആണ്. വളരെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയണം, ജസ്റ്റേഷനിൽ 22 വീക്സ് ആണ് അടുത്ത റൈറ്റ് ആൻസർ. 22 വീക്സ് ആണ് വരേണ്ടത്. അതുപോലെ തന്നെ എസിസ്റ്റോൾ ഫോർ മോർ ദാൻ 10 minutes ആഫ്റ്റർ റീസസിറ്റേഷൻ, അതും ഒരു ഫാക്ടറാണ്. ബർത്ത് വെയിറ്റ് എപ്പോഴും ഒരു ഫാക്ടറായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഡിപ്പെൻസ് ഓൺ ദി കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക്
ടൂവും ത്രീയും വരുന്നൊരു ഓപ്ഷൻ എടുക്കും. 2 and 3, ദാറ്റ് ഈസ് ബി ഓപ്ഷൻ. അടുത്ത വൺ സ്പീക്കർ അഡ്രസ് എ ലാർജ് ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ലെക്ചർ മെത്തേഡാണ്. അടുത്ത മോഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഇതിൽ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് 3 ആണ് വരുന്നത്, 4 തവണ അല്ലെ. 3 3 ആണ് വരുന്നത് അല്ലെ, 4 തവണ 3 വന്നിട്ടുണ്ട്. ഓക്കെ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് റെപ്രസെന്റഡ് ആസ് പി ആസ് ദി പ്രോബബിലിറ്റി ഓഫ് മേക്കിംഗ് പ്രോബിലിറ്റി ഓഫ് പ്രോബിലിറ്റി ഓഫ് മേക്കിംഗ്. ഓക്കെ. ഓക്കെ, സോ അത് നമുക്ക് ടൈപ്പ് ഓക്കെ ടൈപ്പ് 1 എന്നതാണ് അല്ലേ. അടുത്ത ബ്ലഡ് പ്രഷർ വാല്യൂ എന്ന് പറയുമ്പോഴത്തേനും ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ എന്നാണ് ചോദിച്ചത്? കണ്ടിന്യൂസ് ആണ് അല്ലെ, കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ഡാറ്റ. അടുത്ത ടെൻറ്റേറ്റീവ് പ്രഡിക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ്, അതിന് ടെൻറ്റേറ്റീവ് പ്രഡിക്ഷൻ നമ്മൾ പറയുന്ന ഹൈപ്പോത്തിസിസ്. ഓക്കെ. അടുത്ത ഡാഷ് ഇസ് എ ടൂൾ ദാറ്റ് അസൈൻസ് എ ന്യൂമറിക് സ്കോർ ഓൺ എ കണ്ടിന്യൂ വിത്ത് റെസ്പെക്ട് ടു ആട്രിബ്യൂട്ട് ബീങ് മെഷർഡ്. ഓക്കെ, അവിടെ നമുക്ക് ലൈക്കറ്റ് സ്കെയിൽ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് സ്കെയിലാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. ദെൻ ഫോക്കസ് ഓൺ ടീച്ചിങ് മസ്റ്റ് ബി ഏതാണ്? എപ്പോഴും സ്റ്റുഡൻറ് സെന്റേർഡ് ആണ്. Dash is a teaching method that encourages critical thinking of learners, analyze the situation, and apply principle to teach. Apply principle to reach apply principle to reach a valid conclusion. ഓക്കെ, സോ അത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേനും നമുക്ക് ഏത് കൊടുക്കാം? പ്രോബ്ലം ഈസ് ലേണിംഗ് മാത്രമേ ഈ ഒരു ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളൂ. അടുത്ത സൈസ് ഓഫ് ഫ്ലാഷ് കാർഡ് പറയുമ്പോഴത്തേക്ക് നമുക്ക് 10 സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. അടുത്ത ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ഇല്ലാത്തത് റാൻഡമൈസേഷൻ ആണ്. Then organization that defines hierarchical relationship, authority and responsibilities എന്ന് പറയുമ്പോഴത്തേനും നമുക്കുള്ളത് ഫോമൽ ഓർഗനൈസേഷൻ. ഓക്കെ. Then which one of the following necessary process that requires healthcare institution to meet minimum standards? Minimum standards വരുമ്പോഴത്തേനും നമുക്ക് ലൈസൻഷ്യർ ആണ്. ഓക്കെ. നെക്സ്റ്റ് ലെവലിലാണ് നമ്മൾ അക്രഡിറ്റേഷനിലേക്ക് പോകും. അടുത്ത mean of direction, guidance and the controlling workforce to accomplish the assigned task in management process. Okay, അതിന് നമുക്ക് എന്ത് പറയാം? സൂപ്പർവിഷൻ എന്ന് പറയാം അല്ലെ. അടുത്ത ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഫോമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അറിയാം ഓർഗാനോഗ്രാം തന്നെയാണ്. പ്രിൻസിപ്പിൾ ഓഫ് എത്തിക്സ് ദാറ്റ് മീൻസ് ടെൽസ് ദ ട്രൂത്ത് അല്ലെ. ടെൽസ് ട്രൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്താണ്? വെറാസിറ്റി. നമ്മൾ ക്ലാസ്സുകളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് വെറാസിറ്റി VT അല്ലെ. VT എന്ന് വെച്ചിട്ട് VT വൃത്തം വെച്ചിട്ട് ഓർക്കാം. വെറാസിറ്റി, ട്രൂത്ത്. ഓക്കെ. അടുത്ത പ്രോസസ് ഓഫ് മൂവിങ് ഓർ അലോക്കേറ്റിംഗ് ദി ഹ്യൂമൻ റിസോഴ്സസ് ടു ന്യൂ വർക്ക് സ്റ്റേഷൻ വിത്തിൻ ദി ഓർഗനൈസേഷൻ. അങ്ങനെ മാറ്റി ചെയ്യുന്ന അതിനെ പറയാം ഡിപ്ലോയ്മെന്റ് എന്ന് പറയും. അടുത്ത പ്രോസസ് ഓഫ് എൻഷുറിംഗ് ദാറ്റ് ഇവന്റ്സ് conform to plans in an organization and controlling എന്നാണ് പറയുന്നത്. അടുത്ത ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്സ് സെറ്റ് അപ്പാർട്ട് യൂസ്ഡ് ഓൺലി ഇൻ എമർജൻസിയിൽ മാത്രം യൂസ് ചെയ്യുന്ന ബഫർ സ്റ്റോക്ക് എന്ന് പറയും. സ്റ്റൈൽ ഇൻ വിച്ച് മാനേജ്മെന്റ് ഡസ് നോട്ട് അലോ സബോർഡിനേറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ലോ കോൺഫിഡൻസ്. മാനേജറിന് കോൺഫിഡൻസ് ഇല്ലാത്ത ലെവലിലാകുമ്പോൾ അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ പോസ്റ്റ് കോപ്പ് നമുക്കറിയാം അല്ലെ, മാനേജ്മെന്റിലെ പോസ്റ്റ് കോപ്പ്. സോ അത് ഏതാണ്? നമുക്ക് ലൂതർ കള്ളിക്കാണ് അല്ലെ. സോ ലൂതർ കള്ളി. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഒരു DMEയുടെ ഡിസ്കഷൻ ആയിട്ട് പറയുന്നത്. സോ നിങ്ങൾ ഈ പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, STPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലിൽ തന്നെയുള്ള പ്രീവിയസ് വീഡിയോസ് കണ്ടു നോക്കുക. ആക്ച്വലി ഡേറ്റ് ഇന്ന് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് ആയിരുന്നു. ഓക്കെ. ഞാൻ പലതവണ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18th ക്ലോസ് ചെയ്യുന്നത് അത് അവർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 25th 26th വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എനിവേ നിങ്ങൾ STP അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ ക്ലാസ്സസ് ANS അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ 40 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. വളരെ നല്ലൊരു ചാൻസ് ആണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഡിസ്കഷൻസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ എക്സാംസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ എല്ലാ ഐക്കൺ കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം നോട്ടിഫിക്കേഷൻസും അതുപോലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും അതുപോലെ യൂസ്ഫുൾ ഇൻഫർമേഷൻസ് എല്ലാം ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Wish you all very best. Thank you.